കമ്മ്യൂണിസം ദേശീയതയ്ക്കെതിരല്ലേ? 100%. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സാർവദേശീയതയാണ്, ഇന്റർനാഷണലിസം ആണ്. ഇറ്റ് ഈസ് നോട്ട് നാഷണലിസം. ഇസ്ലാം പോലെയാണ് കമ്മ്യൂണിസം, പാനാണ്. അങ്ങനെയല്ലേ ലെനിന്റെ കാലഘട്ടത്തിലും സ്റ്റാലിന്റെ കാലഘട്ടത്തിലും ഒക്കെ ഇങ്ങനെ കമ്മ്യൂണിസം പരത്തുക. ഇപ്പൊ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമായിട്ട് ബന്ധം ഉണ്ടാകുന്നു എന്ന് കേട്ടിട്ടില്ലേ? ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അതെന്താണ്? അത് പാനാണ്, ഇന്റർനാഷണലിസം ആണ്. കണ്ടിട്ടില്ലേ? ഇവിടെ മംതാനി ജയിക്കുമ്പോൾ ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ പുളകം കൊള്ളുന്നത്. ശ്രീലങ്കയിലെ കണ്ട ഒരു ജനതാ വിമുക്തി പിരിവിനയിൽ ജോലി ചെയ്തിരുന്ന ഒരാള് പ്രസിഡന്റ് ആയപ്പം ഇവിടെ മുഴുവൻ ശ്രീലങ്ക ചുമന്നു എന്നൊക്കെ അടിക്കുന്നുണ്ട്. ഇത് ഒരു സാധനമാണ്, ഇതൊരു ഉമ്മത്താണ്. ഈ ഉമ്മത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു മതാത്മക പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് അതിനകത്ത് നാഷണലിസം ഇല്ല. ഇസ്ലാമിലെ നാഷണലിസം ഇല്ല, കമ്മ്യൂണിസത്തില്. ഇസ്ലാമിലെ ഐസിസ് ആണ് ശരിക്കും ഇസ്ലാം. ശരിയായ ഇസ്ലാം ഐസിസ് ആണ്. കാര്യം ഐസിസ് പറയുന്ന ഒന്നും ഇസ്ലാം വിരുദ്ധമല്ല. അന്ന് അങ്ങനെ ഒരാൾ പോലും അതിനെ ഐസിസ് പറയുന്ന ഇന്ന കാര്യം ഇസ്ലാം വിരുദ്ധമാണ് എന്ന് ഒരാൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിലുള്ള ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഐസിസ് ശരിയായ ഇസ്ലാം ആണ് നടപ്പിലാക്കുന്നത്. അതാണല്ലോ അവർ മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്നത്. അത്രയും ശരിക്കായിട്ടില്ല എന്നുകൊണ്ടാണ് കൊല്ലുന്നത്. അവർക്ക് അധികാരം കിട്ടിയ ഇറാഖില് സിറിയ ബോർഡറിൽ അവർ ചെയ്ത ഇറാഖ് സിറിയ ബോർഡർ ഇടിച്ചു നിരത്തുകയായിരുന്നു. അങ്ങനെ ഇറാഖ് സിറിയ അങ്ങനെയില്ല. എല്ലാം അവര് ലെവന്റോ അങ്ങനെ ഒരു പേരം കൊടുത്തിട്ട് അവര് രാജ്യങ്ങൾ ഇല്ലാതാക്കുക, അതിർത്തികൾ ഇല്ലാതാക്കിയിട്ട് എല്ലാവരും ഒന്നാവുക, എല്ലാ തൊഴിലാളികളും ഒന്നാകുക, മുതലാളികളെ എല്ലാം അടിച്ച് ടണൽ കയറ്റുക എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം. ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ അതാണ് ബേസിക് ആയിട്ട്. ലോകത്തുള്ള സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ചൈനയെന്നോ കൊറിയയെന്നോ വിയറ്റ്നാമെന്നോ അങ്ങനെയൊന്നുമില്ല, ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അങ്ങനെ അല്ല ഇവന്മാര് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ശരിക്കും ഈ നാഷണലിസം തന്നെയാണ്. റഷ്യയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവർക്ക് അധികാരം ഇല്ലാത്തടത്ത് അവർക്ക് ഇന്റർനാഷണലിസം ആയിരിക്കും. അവർ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ എല്ലാം മനുഷ്യരാണ്, അവിടെയും മനുഷ്യരാണ്, ഇവിടെയും മനുഷ്യരാണ് എന്ന് പറയും. എന്നാൽ ഇന്ത്യയിൽ അവർക്കാണ് സമഗ്രാധിപത്യമെങ്കിൽ പാകിസ്ഥാൻ ഒരു ഭീകര ശത്രുവായിട്ട് മാറും. അത് നമ്മൾ കുത്തിവെക്കുകയും ചെയ്യും.